200 മെഗാ പിക്സൽ ക്യാമറ, ആഹാ അടിപൊളി ക്യാമറ എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും, സത്യത്തിൽ ഇത് കൊള്ളാമോ? വിവോ X300 Pro ഒക്ടോബർ 13 ചൈനയിൽ ലോഞ്ച് ചെയ്തു. ഇന്ത്യയിൽ അതിന്റെ റിലീസ് പ്രതീക്ഷിച്ച് നിരവധി ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഫോണിന്റെ ഫീച്ചറുകൾ നോക്കി അതിന്റെ വിലയ്ക്കനുസരിച്ച് കൊള്ളാമോ എന്ന് നോക്കിയാലോ. 8mm തിക്നെസ്സും 226 ഗ്രാം വെയിറ്റും വരുന്ന ബോഡിയാണ് വിവോ X300 പ്രോയ്ക്കുള്ളത്. അലുമിനിയം അലോയ് ഫ്രെയിമിൽ ഫ്രണ്ട് ഗ്ലാസ് പ്രൊട്ടക്ഷനായി ആർമർ ഗ്ലാസും ബാക്ക് പാനൽ ഗ്ലാസും ആണ് നൽകിയിരിക്കുന്നത്. IP68 IP69 ആണ് ഡസ്റ്റ് വാട്ടർ പ്രൊട്ടക്ഷൻ റേറ്റിംഗ്. 6.78 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള LTPO AMOLED ഡിസ്പ്ലേക്ക് HDR10+ HDR വിവിഡ് റെസൊല്യൂഷൻ ഉണ്ട്. 4500 നിറ്റ്സ് ബ്രൈറ്റ്നസ്, ഓൾ സൈഡ് കെയർ ഉള്ളത് കൊണ്ട് ഡോൾബി വിഷനും കിട്ടും. 91% ആണ് സ്ക്രീൻ ഫ്രെയിം റേഷ്യോ. ക്വാളിറ്റി HD സ്ക്രീൻ റെസൊല്യൂഷൻ ഉള്ളത് കൊണ്ട് അൾട്രാ HDR ഇമേജ് സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഡിസ്പ്ലേ നോക്കുമ്പോൾ IQ15 കൊടുത്തിരിക്കുന്ന സെയിം ഡിസ്പ്ലേ ആണ് വിവോ X300 പ്രോയിലും വരുന്നത്. റിയർ ക്യാമറയിലേക്ക് എത്തുമ്പോൾ മെയിൻ ക്യാമറയുടെ ക്വാളിറ്റി എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 200 MB അല്ലേ? എന്നാൽ അതല്ല, മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ ആണ്. എന്നാൽ ഇതൊരു അടിപൊളി ലെൻസുമാണ്. സ്മാർട്ട് ഫോൺ ക്യാമറകളിൽ ഏറ്റവും ഡീറ്റെയിൽ ഇമേജ് നൽകാൻ കഴിയുന്ന ഒരു ലെൻസാണ്. 1.22 പിക്സൽ സൈസും 1.6 അപ്പേർച്ചറും 1/1.28 സെൻസർ സൈസും ആണ് ഈ ലെൻസിൽ ഉള്ളത്. ഒപ്പം PDAF ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. രണ്ടാമത്തെ ക്യാമറ ആണ് 200 മെഗാ പിക്സൽ ക്യാമറ. ഇതൊരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയാണ്. 3.7x ഒപ്റ്റിക്കൽ സൂം ചെയ്യാം. പക്ഷെ 200 MB ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ മോശം ലെൻസ് ആണിത്. ഈ ക്യാമറയുടെ പിക്സൽ സൈസ് വരുന്നത് 0.56 മൈക്രോമീറ്റർ ആണ്. സെൻസർ സൈസ് 1/1.4 ആണ്. അപ്പേർച്ചർ 2.7 ആണ്. അതായത് വളരെ ചെറിയൊരു സെൻസർ ആണിത്. പിക്സൽ സൈസ് കുറച്ചിട്ടാണ് പിക്സലുകളുടെ എണ്ണം കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത്ര നല്ല ഇമേജ് ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട. ഇൻഡോറിൽ ഒട്ടും പെർഫോമൻസ് കിട്ടില്ല. പെരിസ്കോപ്പ് ക്യാമറ ഔട്ട്ഡോറിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഒരുമാതിരി ഏങ്കോണിപ്പ് പകർത്തുന്ന ഫോട്ടോയ്ക്ക് ഉണ്ടാകും. മൂന്നാമത്തെ ക്യാമറ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇതിന് നല്ലൊരു ലെൻസ് ആണ് നൽകിയിരിക്കുന്നത്. 50 മെഗാ പിക്സൽ, 119 ഡിഗ്രി അൾട്രാ വൈഡ്, 1/2.76 സെൻസർ സൈസ്, 2 അപ്പേർച്ചർ, 0.64 പിക്സൽ സൈസ്. എന്നാൽ ടെലിഫോട്ടോ ക്യാമറയ്ക്കോ അൾട്രാവൈഡ് ക്യാമറയ്ക്കോ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. ഈ പ്രൈസ് റേഞ്ചിലെ മറ്റു ഫോണുകളിൽ ഇപ്പോൾ അൾട്രാവൈഡ് ക്യാമറയ്ക്കും പെരിസ്കോപ്പ് ക്യാമറയ്ക്കും ഉൾപ്പെടെ OIS കൊടുക്കുന്നുണ്ട്. ലേസർ ഓട്ടോ ഫോക്കസ്, കളർ സ്പെക്ട്രം സെൻസർ എന്നീ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെൻസുകൾക്ക് CST കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. വീഡിയോ ക്യാമറയ്ക്ക് ഗൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 8K റെസൊല്യൂഷൻ വരെയും 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെയും പല ഓപ്ഷനുകളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. സെൽഫി ക്യാമറയെ നൽകിയിരിക്കുന്നത് 50 മെഗാ പിക്സൽ ക്യാമറയാണ്. 0.64 പിക്സൽ സൈസ്, 2 അപ്പേർച്ചർ, 1/2.76 സെൻസർ സൈസ്, 20mm വൈഡ് ലെൻസ് ആണിത്. സെൽഫി ക്യാമറകളിൽ ഏറ്റവും മികച്ച ക്യാമറയാണിത്. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്, അത് അവസാനം പറയാം. സെൽഫി ക്യാമറയിൽ വീഡിയോ റെസൊല്യൂഷൻ 4K അല്ലെങ്കിൽ ഫുൾ HD ആണ് കിട്ടുന്നത്. ഹൈ റെസൊല്യൂഷൻ ഓഡിയോ നൽകുന്ന സ്റ്റീരിയോ സ്പീക്കർ നൽകിയിട്ടുണ്ട്. സിലിക്കൺ കാർബൺ 6510 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. 90 വാട്ട്സ് വൈഡ് ഫാസ്റ്റ് ചാർജിംഗ്, 40 വാട്ട്സ് വയർലെസ് ഫാസ്റ്റ് ചാർജിംഗ്, റിവേഴ്സ് വയർലെസ്, റിവേഴ്സ് വയർഡ് ചാർജിംഗ് എന്നിവയും സപ്പോർട്ട് ചെയ്യും. USB Type-C 3.2ന്റെ OTG ആണ് നൽകിയിരിക്കുന്നത്. അണ്ടർ ഡിസ്പ്ലേ അൾട്രാസോണിക് ആണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. Android 16 സ്കിന്നുള്ള ഒറിജിൻ OS 6 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. 5 ആൻഡ്രോയിഡ് അപ്ഗ്രേഡുകൾ വരെ കിട്ടും. MediaTek Dimensity 9500 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 4.21 GHz ഒരു സ്ട്രോങ് കോറും 3.5 GHz 3 കോറും 2.7 GHz 4 കോറും വരുന്ന CPU ആണിത്. ARM G1 Ultra ആണ് നൽകിയിരിക്കുന്ന GPU. LPDDR5X റാം ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. IQ15 സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 കൊടുക്കുന്ന അതേ പെർഫോമൻസ് തന്നെയാണ് Dimensity 9500 ഈ വിവോ X300 പ്രോയിൽ നൽകുന്നത്. വിവോ X300 പ്രോയുടെ ആന്റിറ്റ്യൂഡ് 40 ലക്ഷമാണ്. CPUവിന്റെ മാത്രം ആന്റിറ്റ്യൂഡ് വരുന്നത് 1 lakh above ആണ്. ഗീക്ക് ബെഞ്ച് സ്കോർ സിംഗിൾ കോറിന് 3451, മൾട്ടി കോറിന് 10267, 3D മാർക്ക് സ്കോർ 26000മാണ്. റാം സ്റ്റോറേജ് ബേസിക് ചോയ്സ് വരുന്നത് 12 GB റാം, 256 GB സ്റ്റോറേജ്. ഹൈ എൻഡ് ചോയ്സ് 16 GB റാം, 1 TB സ്റ്റോറേജും. വിവോ X300 Pro ബേസിക്കലി ഒരു ക്യാമറ ഫോണും ഗെയിമിംഗ് ഫോണുമാണ്. പക്ഷേ ക്യാമറ ഫോൺ എന്ന് പറയുമ്പോൾ ഇതൊരു ഫോട്ടോഗ്രാഫി സ്പെസിഫൈഡ് ഫോൺ ആണ്.
വീഡിയോഗ്രാഫിക്കും വ്ളോഗിങ്ങിനും അത്ര നല്ല സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ ഈ ക്യാമറകൾക്ക് പറ്റില്ല. ഒപ്പം കമ്പനി വീഡിയോഗ്രാഫിക്ക് ക്യാമറയിൽ അധികം ഒപ്റ്റിമൈസേഷൻ കൊടുത്തിട്ടുമില്ല. സെൽഫി ക്യാമറയിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുക്കാമായിരുന്നതാണ്. ബാക്കിലെ അൾട്രാവൈഡ് ക്യാമറയ്ക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കൊടുക്കാമായിരുന്നു. അത് രണ്ടും ഈ ഫോണിൽ ഇല്ല. എന്നാൽ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് പറ്റുന്ന നല്ലൊരു ഫോണാണിത് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. നല്ല പവർഫുൾ പ്രൊസസ്സറാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം പവർഫുൾ ആയ സിംഗിൾ കോർ വരുന്ന CPU ഉള്ളത് കൊണ്ട് ചെറിയ യൂസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ബാറ്ററി ചാർജ് നഷ്ടപ്പെടാതെ അവിടെ തന്നെ നിൽക്കും. ലോ പവർ യൂസേജ് ആണ് ഈ പ്രൊസസ്സറിന്റെ ഗുണം. ഒപ്പം ഇതൊരു ഗെയിമിംഗ് ഫോണുമാണ്. ഏറ്റവും നല്ല റാം ടൈപ്പ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഈസി ആയിരിക്കും. വിവോ X300 Pro ഇന്ത്യയിൽ റിലീസ് ചെയ്യുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാണ് റിലീസ് എന്നുള്ള വിവരം ഇല്ല. ഇവിടെ പ്രതീക്ഷിക്കുന്ന മിനിമം വില 65,000 ആണ്. ഫോട്ടോഗ്രാഫി സ്പെസിഫൈഡ് സ്മാർട്ട് ഫോൺ നോക്കുന്നുവെങ്കിൽ മാത്രമേ ഈ ഫോൺ വാങ്ങാവൂ. ഗെയിമിംഗ് ഒക്കെയാണ് ലക്ഷ്യമെങ്കിൽ 60,000 രൂപയ്ക്ക് iQ15 ഉണ്ട്. കണ്ടന്റ് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്കമിംഗ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.